അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനവുമായി ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധന ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ഈ മിനിസ്ട്രിയെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ ഒരു കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചു, എന്നോട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ഒരു മിനിസ്ട്രി ഉണ്ട്, അതിനകത്ത് ഇന്ന് വൈകിയ വേളയിൽ ഒരു മെസ്സേജ് കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഓൾ നൈറ്റ് പ്രെയർ ഉള്ള ദിവസമാണ്. ഇപ്പൊ 7:30 മുതൽ വെളുപ്പിന് 5 മണി വരെ ഓൾ നൈറ്റ് ഉള്ള സമയമാണ്. എനിക്കത് കടന്നു പോകണമെന്ന് ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞെങ്കിലും പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുവാനിടയായി തീർന്നു, ഈ മീറ്റിംഗ് എന്ത് ചെയ്യണം, പങ്കെടുക്കണമെന്നും. അങ്ങനെ ഞാൻ ആ ദൈവദാസനോട് കാര്യങ്ങളൊക്കെ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മിനിസ്ട്രിയെ ഇതിന്റെ നേതൃത്വങ്ങൾ ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസി, കടന്നു വന്നിരിക്കുന്ന മറ്റ് എല്ലാ ദൈവദാസന്മാര്, ദാസിമാര് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഞാനിപ്പോൾ ഈ ദൈവവചനം ശുശ്രൂഷ സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യയുടെ ഒരു പാസ്റ്ററായിട്ട് ഞാൻ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. ഏകദേശം 25 വർഷത്തോളമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഞാൻ കൂടുതൽ കാലങ്ങളിലും നോർത്ത് ഇന്ത്യയിലായിരുന്നു കർത്താവിന്റെ വേലയിലായിരുന്നത്. മധ്യപ്രദേശിലെ രത്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് 2 വർഷം, അതിനുശേഷം ഗുജറാത്തിൽ പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവമായ കർത്താവ് കൃപ, ഡീസ, പാലൻപൂർ. അതിനുശേഷം ഞാൻ കൂടുതൽ വർഷം ഇരുന്നത് നവസാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആയിരുന്നു. അവിടെ ഏകദേശം 10 വർഷത്തോളം കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവമായ കർത്താവ് അവിടുന്ന് കൃപ ചെയ്തു. അതിനുശേഷം നാട്ടിലേക്ക് കടന്നു വരേണ്ടതായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നാട്ടിൽ കടന്നു വരുവാനും നമ്മുടെ കേരളത്തിന്റെ നോർത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നതായ കാസർഗോഡ്, നമുക്കറിയാം, എനിക്ക് ദൈവം നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നതായ ഒരു വിഷനാണ് ദൈവം എനിക്ക് നൽകിയത്. എനിക്ക് ഗുജറാത്തിൽ നിന്ന് പോരുവാൻ ദൈവത്തിന് വളരെ താല്പര്യക്കുറവാണെങ്കിലും കുടുംബത്തിലുള്ളതായ ചില സാഹചര്യങ്ങൾ മുഖാന്തരം എനിക്ക് നാട്ടിലേക്ക് കടന്നു വരേണ്ടതായി കടന്നു വന്നു. എന്നാൽ ഇവിടെ കടന്നു വന്ന് ദൈവം നോർത്ത് ഇന്ത്യയുടെ അതേ ഒരു അനുഭവം ഉള്ളതായ ഒരു സ്ഥലത്ത്, അത് ഇവിടെ മലയാളം ഭാഷ സംസാരിക്കുന്നു, കർണാടക സത്വ ഭാഷ സംഗമം, ദൈവത്തിന് 7 ഭാഷയാൽ നിറയപ്പെട്ട് കിടക്കുന്ന ഒരു ദേശമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. നമ്മുടെ കർണാടകയുടെയും കേരളത്തിന്റെയും ബോർഡറാണ്. നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നോർത്ത് ഇന്ത്യ എന്ന് പറയപ്പെടുവാൻ ഉണ്ടാകുന്ന കാരണം ഈ ദേശത്ത് ഒന്ന് ദൈവദാസന്മാരുടെ കുറവ്, രണ്ടാമത് ദൈവദാസന്മാരൊന്നും ഈ കാസർഗോഡേക്ക്, മലബാറിൽ ഏറ്റവും കൂടുതൽ കുറവ് ദൈവദാസന്മാരുള്ളതായ ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെ വർഷങ്ങളായിട്ടും ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പല സഭകളിലും ആത്മാക്കൾ വിടിവിക്കപ്പെട്ടു വരുന്നില്ല. ഇവിടെ 5 വർഷവും 10 വർഷവും 15 വർഷവും ഒക്കെ വർക്ക് ചെയ്തിട്ടും ആത്മാക്കൾ വിടിവിക്കപ്പെട്ട് സഭയ്ക്കകത്ത് കടന്നു വരാതെ ഉള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. വരുന്ന ദൈവദാസന്മാരാണേലും ഒരുപാട് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നു. രണ്ടാമത് ദൈവത്തിന് വർക്ക് ചെയ്തിട്ടും ആത്മാക്കൾ കടന്നു വരുന്നില്ല എന്നുള്ള ആ വലിയ ഒരു ദൈവത്തിന് സ്തോത്രം പ്രയാസങ്ങളല്ല ദൈവദാസന്മാരുടെ കൂടിൽ. അതുപോലെ രണ്ടാമത് ഇങ്ങോട്ടൊന്നും ട്രാൻസ്ഫർ പോലും കൊടുത്താലും ആരും കടന്നു വരാൻ തയ്യാറാകാത്ത ഒരു സ്ഥലമായിരിക്കുന്നു. ഏകദേശം ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു.
കടന്നു വന്ന നാൾ മുതൽ ഇതുവരെ സ്വർഗത്തിലെ ദൈവം അതിശയകരമായ നിലയിൽ ദൈവം ഞങ്ങളെ നടത്തുന്നു. അതിനെ ഓർത്ത് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. ദൈവം അയച്ച സ്ഥലമാണ് കാസർഗോഡ്. ഇവിടുന്ന് വേണമെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിയൊക്കെ നമുക്ക് പോകാം. എങ്കിലും ദൈവത്തിന് സ്തോത്രം, ദൈവാത്മാവിന്റെ വലിയൊരു കാഴ്ചപ്പാട് ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. കാസർഗോഡിൽ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതായ വലിയൊരു വാഞ്ചയും ആഗ്രഹവും ദൈവം നൽകിയത് കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോന്റെ പേര് ജോഷുവ, അവൻ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ കയറി. രണ്ടാമത്തെ മോൻ ഇപ്പോൾ ഈ വർഷം 4ാം ക്ലാസ്സിലായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് ദൈവത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയത്താണ് എൻ്റെ സ്വദേശം. എങ്കിലും ഇപ്പോൾ കാസർഗോഡിന്റെ മണ്ണിലായിരിക്കുവാൻ ദൈവമായി എനിക്ക് ഇത്രയും കാര്യം പറയുവാനുണ്ടായ കാര്യം, ദൈവമക്കൾ എല്ലാവരും കാസർഗോഡിനെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഇതാളുകളിൽ ദൈവാസന്മാരെല്ലാം ശക്തമായി ഒരു ഉണർവ് ഈ ദേശത്ത് പുറപ്പെടുവാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർ ഒത്തൊരുമിച്ച് ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രസ്ഥാന ഡിനോമിനേഷൻ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കർത്താവിന്റെ വേല ഈ ദേശത്ത് ചെയ്യുന്നു. ഓർത്ത് ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം വളരെ ഡ്രൈ ആയ നിലയിലാണ് ദൈവത്തിന് സ്തോത്രം ആത്മീക ഗോളം മുൻപോട്ട് പോകുക. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ നാം കേട്ടുകേൾവിയില്ലാത്തതായ പല സംഭവങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടുപ്പും ദൈവത്തിന് സ്വന്തം, അതുപോലെ തന്നെ നമുക്ക് ഇതിനോട് വലിയ ഈ കാലഘട്ടങ്ങളിൽ ആത്മീകമായി ഒരു എരിവില്ലാതെ ദൈവജനം എല്ലാം ഒരു തണുപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതിൻ്റെയൊക്കെ നടുവിലും ഇതുപോലുള്ള മിനിസ്ട്രികളും പ്രാർത്ഥനകളും ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള മീറ്റിങ്ങുകളും ഒക്കെയാണ് ദൈവത്തിന് ഒരുപാട് പേർക്ക് ഒരു അനുഗ്രഹമാണ്, അതൊരു ആശ്വാസമായി മാറുന്നதை ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്കറിയാം നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം ഒക്കെ കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം കടന്നു വന്നതായ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. നമുക്കറിയാം ഇപ്പൊ ഓഫ്ലൈനിലേക്ക് ദൈവത്തിന് സ്തോത്രം ആരാധനയൊക്കെ പോയി, ചർച്ചുകളിൽ ആരാധനയുണ്ട്, ദൈവത്തിന് സ്തോത്രം മീറ്റിങ്ങുകളൊക്കെ ചർച്ചുകളിൽ നടക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഇങ്ങനെ ഈ സൂമിലും ഒക്കെ ഇത്രയും ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നதை ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ജോലി കാര്യങ്ങളും അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ഇതിൽ പങ്കെടുക്കുന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പേരിനകത്ത് പങ്കെടുക്കുന്നതിൽ. ഞാൻ വിചാരം ഒരു വർഷങ്ങളായിട്ട് ഒത്തിരി നാളുകളായി എല്ലാ ദിവസവും ഇതിനകത്ത് മീറ്റിങ്ങുകൾ ഉണ്ട് എന്നാണ് എനിക്ക് അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ മടി കൂടാതെ ഓരോ ദിവസങ്ങളിൽ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതിനപ്പുറത്ത് ദൈവത്തിന് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട് എന്നുള്ള കാര്യം ദൈവത്തിന് സ്തോത്രം നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം നാം ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ദൈവത്തിന് സ്തോത്രം പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ദൈവജനം കടന്നു പോകുന്നത്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഒരുപാട് സുവിശേഷ വിരോധികളാൽ ദൈവത്തിന് സ്തോത്രം ദൈവദാസന്മാർ ആക്രമിക്കപ്പെടുന്നു, ജയിലിലാകുന്നു. പല സംസ്ഥാനങ്ങളും മതപരിവർത്തന നിരോധന ബില്ലുകൾ അവതരിപ്പിക്കുന്നു, പാസാക്കുന്നു. അങ്ങനെ പല വിധത്തിൽ ദൈവമക്കൾക്കെതിരായി ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാലനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആത്മീക കോളത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മീക മണ്ഡലത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളോട് നമ്മളെ അതിജീവിക്കണമെങ്കിൽ, അതിനോട് പോരാടി ഒരു ജയം പ്രാപിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അത്യന്തപരമായ ഒരു ശക്തി നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ വളരെ ആവശ്യമാണ്. സ്തോത്രം. നമുക്കറിയാം ദൈവവചനത്തിൽ പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിനും അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ വചനങ്ങളെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. പഴയ നിയമ കാലഘട്ടങ്ങളിൽ
അഭിഷേക തൈലം കൊണ്ട് ദൈവത്തിന് സ്തോത്രം അഭിഷക്തന്മാരെ അഭിഷേകം ചെയ്ത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആത്മാവ് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം പഴയ നിയമ കാലഘട്ടങ്ങളിലായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥന് വരത്തില്ല, ഞാൻ ചെന്നാൽ അവരെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കാം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടങ്ങളിൽ വന്നും പോയും നിന്നതായ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെ അഭിഷേകം എന്ന് പറയുന്നത്, അത് കർത്താവായ യേശു പറയാ, ഞാൻ പോയാൽ എൻ്റെ കാര്യസ്ഥനെ സ്ഥിരമായി നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിലേക്ക് അയക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന് സ്വർഗത്തിലേക്ക് കരകയറിയതിന് ശേഷം 120 പേരടങ്ങുന്ന ഒരു സംഘം അവര് മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തതായ പരിശുദ്ധാത്മാവിനെ അവരുടെ നടുവിലേക്ക് അയക്കുവാനിടയായി തീർന്നു. അന്ന് ദൈവത്തിന് സ്തോത്രം ആരംഭിച്ചതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പായി യേശു ക്രിസ്തു ഹല്ലേലൂയ ദൈവത്തിനാൽ പണിയപ്പെടുന്ന ക്രിസ്തു ആകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവം ഒന്നാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ, പരിശുദ്ധാത്മാവ് നയിക്കാതെ ഒരു ദൈവസഭയ്ക്ക് മുൻപോട്ട് പോകുവാൻ, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ ഹല്ലേലൂയ പ്രവർത്തികൾ ചെയ്തെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലാം കാണുവാനായിട്ട് കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്നല്ല നമുക്കതിനെ കാണേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ പുസ്തകത്തെ കാണാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ആരംഭിച്ച ഒന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത്. അത് ആദ്യം മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ദൈവസഭയുടെ വളർച്ചയ്ക്കും ആത്മാക്കളുടെ വിടുതലിനും ഒക്കെയും ദൈവത്തിന് സ്തോത്രം കാരണം പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് അവരെ നയിച്ചത് കൊണ്ടാണ്, അഭിഷേകം അവരെ നയിച്ചത് കൊണ്ടാണ്. ആത്മാക്കൾ വിടുവിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇന്ന് കോടാനുകോടി ജനം ദൈവത്തെ ആരാധിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാ. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു തലമാണ് അഭിഷേകം എന്ന് പറയുന്നത്, ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അത്യന്തപരമായ ഒരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മതലം നമ്മുടെ നടുവിൽ വെളിപ്പെടണം. ആത്മാവിന്റെ മണ്ഡലങ്ങൾ നമ്മുടെ നടുവിൽ വെളിപ്പെടണം. ആത്മാവിന്റെ ശുശ്രൂഷകൾ നമ്മുടെ നടുവിൽ വെളിപ്പെടണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വിഷയം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം വിമർശിക്കുന്നവരൊരു കാര്യം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനൊരു ക്ഷമ ഈ ലോകത്തിനുമില്ല, വരുവാനുള്ള ലോകത്തിനുമില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം എത്രത്തോളം ഭയപ്പെട്ട് വേണം നമ്മുടെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുവാൻ. ദൈവത്തിന് പ്രിയമുള്ളവർ, എനിക്കറിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ടാണ് ദൈവത്തിന് സ്തോത്രം ആത്മാവിനെ കുറിച്ചാണെങ്കിലും ദൈവത്തിന് വേറെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കടന്നു പോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ഈ നിലവാരത്തിൽ എന്നെ നയിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരൊക്കെയോ ഇതിനകത്ത് ചില ദാഹത്തോടുകൂടെ ചില ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുക. ഒരു ആത്മതലത്തിലുള്ളതായ ചില ശുശ്രൂഷകളെ ചെയ്തെടുക്കണമെന്ന് വളരെ ആഗ്രഹത്തോടും വാഞ്ചിയോടും കൂടെ ഇതിനകത്തിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിന്റെ ഹൃദയത്തിലെ വാഞ്ച, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം എനിക്ക് വേണ്ടി ചില വൻ കാര്യങ്ങളെ ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രികാലം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നൽകിയത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 10-ാം വാക്യം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിന് സ്വതന്ത്രം നാം വായിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള തന്റെ എരിവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. അതിലപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിലെ വാഞ്ചയും ആഗ്രഹവും എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതായ ഒരു വലിയ വിഷനാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. തനിക്ക് കിട്ടിയതായ കാഴ്ചപ്പാടുകൾ, താൻ അനുഭവിച്ചതായ വെളിപ്പാടുകൾ, താൻ അനുഭവിച്ചു വന്നതായ ആത്മാവിന്റെ ശക്തിയെ ശക്തമായി അത് ദൈവജനത്തിന്റെ ഇടയിലേക്കൊന്ന് കടന്നു വരണമെന്ന് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുവാൻ ഇടയായി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവൻ. അതുപോലെ തന്നെ പറയുന്നു, ആ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ മൺകൂടാരങ്ങളിലാണ് ഈ ദൈവശക്തിയെ സ്വർഗത്തിലെ ദൈവം പകർന്നിരിക്കുന്നത്. അത് പകർന്നിരിക്കുന്നത് പോലെ അത് ഇരിക്കുവാനല്ല, ആ ശക്തി ഈ കാലഘട്ടങ്ങളിൽ ജ്വലിക്കണം. ആ ശക്തി മറ്റുള്ളവർക്ക് ദൈവത്തിന് സ്വതന്ത്രം പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇവിടെ പറയുക, അപ്പോസ്തലനായ പൗലോസ് പറയുക, നമുക്ക് പോരാട്ടമുള്ളത് എന്തില്ല? ജഡരക്തങ്ങളോടല്ല. ഇന്ന് ജഡരക്തങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുക. ദൈവദാസന്മാർ തമ്മിൽ പോരാടുന്നു, വിശ്വാസികൾ തമ്മിൽ പോരാടുന്നു. ഇങ്ങനെ ജഡങ്ങൾ തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ പോരാടുന്നു, അമ്മയും മക്കളും തമ്മിൽ പോരാടുന്നു. ഇങ്ങനെ ജഡത്തിൽ പോരാടിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനം തിരിച്ചു പറയുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളുമല്ല ദൈവവചനത്തിന്റെ മർമ്മമല്ല. ദൈവവചനം നമ്മളോട് സംസാരിക്കുന്ന ഇടപെടുന്നത് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം എന്തുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുവാനുണ്ടായ കാരണം എന്ന് താഴോട്ട് വായിക്കുമ്പോൾ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജഡരക്തങ്ങളോടല്ല പോരാടേണ്ടത് എന്തൊക്കെയാ? ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ അന്ധകാരത്തെ ലോകാധിപതികളോടാണ്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പോൾ കാര്യം ചിന്തിക്കണം, ഈ ജഡത്തിൽ ദൈവത്തിന് സ്തോത്രം നമ്മെ പോരാടുവാൻ പ്രേരിപ്പിക്കുന്ന സംഗതികൾ എന്ന് പറയുന്നത്, ജഡത്തിൽ നമ്മൾ തമ്മിൽ പോരാടുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന സംഗതി എന്ന് പറയുന്നത് വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സർവ്വലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകളും അത്രേ നമുക്ക് വിരുദ്ധമായിട്ട് എഴുന്നേൽക്കുന്ന ജഡങ്ങൾ തമ്മിൽ പോരാടുവാൻ ഇതാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, പല വിഷയങ്ങളിലും ദൈവത്തിന് സ്തോത്രം കുടുംബജീവിതങ്ങളിൽ അല്ലെങ്കിൽ തലമുറകളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പലപ്പോഴും നമ്മളെ ജഡത്തിൽ അവരോട് പോരാടുന്ന അനുഭവങ്ങളൊക്കെ കാണാറുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ജഡപ്രകാരം നമ്മൾ പോരാടരുത്, ജഡത്തിൽ നമ്മൾ പോരാടരുത്. എത്ര പേരിത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ, ദിവസങ്ങളിൽ വളരെ ശക്തമായി എന്നോട് പറയുകയും ഞാൻ പ്രസംഗിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് കൂടുതൽ ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിസ്സാരം ഞാനൊരു കാര്യം ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ചില കുടുംബ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം, ദൈവത്തിന് സ്തോത്രം, തലമുറകളിൽ കൂടിയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ. ദൈവത്തിന് മാതാപിതാക്കൾ നോക്കുമ്പോൾ മക്കൾ അനുസരിക്കുന്നില്ല, അനുസരണക്കേട്. ദൈവത്തിന് സ്തോത്രം, എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, അങ്ങനെ വരുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നമ്മൾ തലമുറകളെ കോപിപ്പിക്കാൻ തുടങ്ങും, അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങും, അവരോട് എന്ത് ചെയ്യും, മല്ലടിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും എന്തില്ല, ഈ വിഷയത്തിനൊന്നും ഒരു മറുപടി ലഭിക്കുന്നില്ല. പ്രിയമുള്ളവർ, ഇതിന്റെ നടുവിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആ മക്കളെ അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ചെയ്യുന്നതല്ല, അവരിൽ കൂടെ പ്രവർത്തിക്കുന്നതായ ദുഷ്ടശക്തികൾ നമ്മളെ ആത്മീക അന്തരീക്ഷത്തെ കെടുത്തിക്കളയുവാൻ, ആത്മീക അനുഭവങ്ങളിൽ നിന്ന് നമ്മെ അല്ലെങ്കിൽ വ്യതിചലിപ്പിക്കുവാൻ, ആത്മാവിൽ നാം ബലപ്പെടാതെ വണ്ണം ദൈവം ആഗ്രഹിക്കുന്ന പടിയിലേക്ക് നാം എത്തിച്ചേരാൻ കഴിയാതെ വണ്ണം നമ്മെ തകർത്തു കളയുക എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന് സ്തോത്രാന്റെ ലക്ഷ്യം. മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഭവനത്തിന്റെ ഉള്ളറകളിൽ വെളിപ്പെടുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ നമ്മൾ പോരാടുക, ആത്മാവിൽ നമ്മൾ പോരാടുക. നമുക്കെതിരായിട്ട് നിൽക്കുന്നതായ അന്ധകാര ശക്തികളോട് നമ്മൾ പോരാടുക. ദൈവയുടെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ സമാധാനം കെടുത്തുന്ന, സമാധാനക്കേട് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയാതെ വിരുദ്ധമായിട്ട് കൊണ്ടുവരുന്ന അന്ധകാര ശക്തികളോട് ഈ ദിവസങ്ങളിൽ ദൈവജനം പോരാടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾക്ക് നമുക്ക് പോരാട്ടം എന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. പോരാട്ടമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേർ. ദൈവത്തിന്റെ വചനം പറയുന്ന പോരാട്ടമുണ്ടെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പോരാട്ടമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ മറ്റു പലരും പറയുന്നു പോരാട്ടമില്ലെന്ന്. എന്തുകൊണ്ടാ പോരാടണം എന്ന് പറയുന്നത്? നമ്മളോട് പോരാട്ടം ഉള്ളത് കൊണ്ടല്ല തിരിച്ചു പോരാടണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അല്ലേ. ഒരു വൺ സൈഡ് അല്ലല്ലോ പോരാട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യം തന്നെ എങ്ങനെ നോക്കി നിൽക്കത്തില്ല. നോക്കി നിന്ന് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? മറ്റുള്ള രാജ്യം ഒരു രാജ്യത്തെ ആക്രമിച്ച് എന്ത് ചെയ്യും? ഈ രാജ്യത്തെ മുഴുവൻ അവർ കൈക്കലാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് അങ്ങോട്ട് ഫൈറ്റിംഗ് ചെയ്ത് തമ്മിൽ എന്ത് ചെയ്യുക? പരസ്പരം അല്ലെങ്കിൽ യുദ്ധം. ഏറ്റവും കൂടുതൽ യുദ്ധ സാഹചര്യങ്ങൾ, യുദ്ധം ജയിക്കുന്നവരുണ്ടല്ലോ, അവരാ വിജയികൾ എന്ന് പറഞ്ഞതുപോലെ ആത്മീക മണ്ഡലത്തിലും നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ദൈവത്തിൽ നമ്മളൊരു പോരാട്ടക്കളത്തിലാണ് നിൽക്കുന്നത്, നമ്മളൊരു വാർഭൂമിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അല്ലെങ്കിൽ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. റീഖമന അദുര ജന രഗടക ലഗടകസി വൈഡ രഗന അദുര ജനാല ഘടക രഗന വൈഡക രഗന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ദൈവത്തിന് സ്തോത്രം ആരാ? സാത്താന്യ മണ്ഡലങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നാം ആ സാത്താന്യ മണ്ഡലങ്ങളെ നമ്മൾ ജയിച്ചേ മതിയാകും. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നാം അതിൽ ജയിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നാം ജയിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന വിഷയമുണ്ട്. ഒന്ന് വാഴ്ചകളോട്. ഞാൻ ഇതിനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാനിത് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രസിഡന്റ് ഉണ്ട്.
ഒരു പ്രധാനമന്ത്രിയുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, സംസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, കളക്ടർമാരുണ്ട്. പിന്നെ അവരുടെ കീഴിൽ ഇങ്ങനെ വന്ന് ദൈവത്തിന് സ്വതന്ത്രം ഒരു രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ ഇങ്ങനെ പല പല ആൾക്കാർ വന്ന് എന്ത് ചെയ്യുന്നു, വാർഡ് മെമ്പർമാർ വരെയുണ്ട് അല്ലേ? ഓരോ വാർഡിനും എന്തുണ്ട്, ഓരോ മെമ്പർമാർ വരെയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് സാത്താന്റെ സൈന്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതുപോലെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ എന്ത് ചെയ്യുക, ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. മനസ്സിലായോ? അവൻ എന്ത് ചെയ്യുക, ചുറ്റി തിരിഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളും എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ആരെയാണ് കടിച്ചു കീറിച്ചില്ല. പക്ഷെ അവിടെ പറയുന്നുണ്ട് സിംഹം ആണെന്ന് പറഞ്ഞാ വരുന്നത്, പക്ഷെ സിംഹമൊന്നുമല്ല. ദൈവത്തിന് സ്വതന്ത്രം. നമ്മുടെ സിംഹം എന്ന് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ സിംഹം. പ്രൈസ് ദി ലോർഡ്. ഇത് സിംഹമാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യുക, കടിച്ചു കീറാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. നമുക്കറിയാൻ കഴിയുന്നത്, അതിന് പഴയ നിയമത്തിലേക്ക് നാം പറയുമ്പോൾ ഇയ്യോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയ്യോബിന്റെ സന്നിധിയിൽ നിന്ന് എന്ത് ചെയ്തു, സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ഇയ്യോബിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അത് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ദാനിയേൽ എന്നാണോ പ്രാർത്ഥിക്കുവാൻ ഇരുന്നത്, ആ സമയത്ത് തന്നെ അവന്റെ പ്രാർത്ഥനയുടെ മറുപടി അവിടുന്ന് വന്നു. എന്നാൽ എന്ത് ചെയ്തു, അവന്റെ മറുപടിയെ തടഞ്ഞു. ആര് തടഞ്ഞു? ദുഷ്ടാത്മ സേനകളോട് തടഞ്ഞു. എന്നാൽ അവിടെ ആരിറങ്ങി വന്നു? ദൂതൻ ഇറങ്ങി വന്നു, യുദ്ധം ചെയ്യേണ്ടതായി വന്നു, അവനെ പരാജയപ്പെടുത്തേണ്ടതായി കടന്നു വന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ പോലും എന്ത് ചെയ്യുക, ദൈവത്തിന് സ്തോത്രം, അന്ധകാര മണ്ഡലങ്ങൾ തടയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ധകാര മണ്ഡലങ്ങൾ തടയുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സാധാരണ പ്രാർത്ഥന, പൗലോസ് അപ്പോസ്തലൻ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ആത്മാവിലുള്ള പ്രാർത്ഥന എന്നാണ് പൗലോസ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം, ആത്മാവിൽ സംസാരിക്കുമ്പോൾ, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു, രണ്ട് നാം ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്, ദൈവവുമായിട്ടുള്ള സംസാരമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കകത്തുള്ള ഗുണം എന്തെന്നറിയാമോ? ഇത് ഹല്ലേലൂയ, ദുഷ്ട ശക്തികളെ ഇടിച്ച് കയറുന്ന, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവന്റെ സകല തന്ത്രങ്ങളെ ഇടിച്ചു കയറുന്ന, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അതാണ് ദൈവശക്തിയോടുകൂടി ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ആത്മാവിലുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തിന്റെ നടുവിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചൊന്ന് പോരാടിക്കേ, ആത്മാവിലൊന്ന് ഹല്ലേലൂയ പോരാടുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. അതിനുവേണ്ടി ഒന്ന് സമയങ്ങളെ വേർതിരിച്ചേ. ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. നീ വളരെ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ, ദിവസങ്ങളിൽ ഹല്ലേലൂയ ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ, ആ പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ലഭിക്കുന്നതായി കാണുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ആത്മാവിലുള്ള പ്രാർത്ഥന, ദൈവത്തിന് സ്തോത്രം, ആത്മീകമായുള്ളതായ ഉത്തേജനം, ആത്മീകമായുള്ള വർധനവ് ദൈവത്തിന് സ്തോത്രം നമുക്ക് നൽകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, നമ്മൾ ആരോട് പോരാടണം? ലോകാധിപതികളോട് പോരാടണം. നമുക്കെതിരായിട്ട് നിൽക്കുന്ന ദേശാധിപതികളോട് പോരാടണം. നമുക്കെതിരായിട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിനോട് പോരാടണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് നമുക്ക് എന്താ ആവശ്യമാ? ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ശക്തിയാണ് ദൈവത്തിന് സ്വന്തം ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനുണ്ടായ കാരണം. ദൈവശക്തി നിഴലടിക്കുമ്പോഴൊക്കെ സൗഖ്യമാകുന്നത് ഈ ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വസ്ത്രത്തിൽ തൊടുമ്പോൾ സൗഖ്യമാകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ റൂമാല് കൊണ്ട് ഇടുമ്പോൾ
സൗഖ്യമാകുന്നതിന്റെ കാരണം അലലിയ ദൈവത്തിന് സ്വന്തം അതിനകത്തു കൂടിയെല്ലാം ദൈവ അഭിഷേകം വ്യാപരിക്കുന്നു അല്ലെ. അവളിങ്ങനെ പൗലോസിന്റെ അപ്പോസ്തലന്റെ ഉത്തിരിയം കൊണ്ടിട്ട രോഗികൾ സൗഖ്യമായി അല്ലെ. അന്ന് പറഞ്ഞാൽ അല്ല ദാസന്റെ മേൽ വ്യാപരിച്ചതായ ആ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്നവരായി തീരരുത്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് വിമർശിക്കുന്നവരായി നാം തീരരുത്. കാരണം എന്നറിയാമോ? അത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ഒരുപാട് വിലകൾ കൊടുക്കേണ്ടതായി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവത്തിന് സ്തോത്രം സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ കഴിയത്തില്ല. കാരണം ഇത് കുറ്റബോധമായിട്ടുള്ളിൽ കിടക്കും ദൈവത്തിന്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടോ അഭിഷേകത്തിനെതിരായിട്ടോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനം പറയുന്നത് പോലെ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. റീഖാമന അതുരാ ജനാല ഘടകത്തി വൈഡ റഗന അതുരാ ജനാല ഘടകത്തി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ 1-2 കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ഞാൻ നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വസിക്കുവാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ നടന്നതായ 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. നമ്മൾ മേൽ വ്യാപരിക്കുന്ന ഈ ദൈവശക്തി എന്താണ് എന്ന് ദൈവത്തിന് സ്തോത്രം ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങളോട് പറയാം. ഒരിക്കൽ ഞാൻ ഗുജറാത്തിന്റെ അല്ലെങ്കിൽ ദേശത്ത് ഞങ്ങൾ ആയിരിക്കുന്ന സമയം ദൈവത്തിന് സ്തോത്രം ആദ്യമായിട്ട് ഞങ്ങള് നവസാരി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു ചെന്ന് ദൈവത്തിന് സ്തോത്രം ഞങ്ങളൊരു ഒരു റൂം, അതായത് ഒരു റൂം മാത്രമുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസം. അതായത് ദൈവത്തിന് സ്തോത്രം ഒറ്റ റൂമിൽ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യണം, ബാത്റൂം മാത്രം പുറത്തുണ്ട്, കുളിക്കുന്നത് നനയ്ക്കുന്നത് ആ പാത്രം കഴുകുന്ന എല്ലാം ഈ റൂം അതിനകത്ത് വേണം. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ബെഡിട്ട് കിടക്കാൻ. ഇങ്ങനെയുള്ളതായ ഒരൊറ്റ റൂമിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ എങ്ങും ആരും വിശ്വാസികൾ എന്ന് പറയുന്ന ആരുമില്ല, എല്ലാം താമസിക്കുന്നത് ഹിന്ദുക്കളാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ അവിടെ ആയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അവർക്ക് പലപ്പോഴും അസ്വസ്ഥത, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം ഞങ്ങള് ദൈവത്തിന് ആരാധിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇതൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങളെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, പറഞ്ഞു വിടണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടെയാണ് അവിടെ ആയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചങ്ങോട്ട് മാറി ദൈവത്തിന് സ്തോത്രം ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദു ആയ ഒരു സഹോദരൻ, ദൈവത്തിന് സ്തോത്രം പാറശാലക്കാരനായ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങള് ദൈവത്തിന് മലയാളികളാണല്ലോ എന്നുള്ള ചിന്താഗതിയോടുകൂടെ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഭവനത്തിൽ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു ഒരുമിച്ച് അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, പരസ്പരമാകുന്നു. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ആ ഭവനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ച് ചുണ്ടനങ്ങിയില്ല. ഉള്ളിൽ നിന്ന് ഇങ്ങനെ എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഉള്ളിൽ നിന്ന് അന്യഭാഷയിൽ ഇങ്ങനെ, അവര് പോലും കേൾക്കുന്ന ചുണ്ടനങ്ങുന്നില്ല, എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല. ഞാനിങ്ങനെ അന്യഭാഷയിൽ ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പോരാടാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ഇത്രയും നേരം നല്ല സന്തോഷത്തോടെ കാര്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് എന്ത് ചെയ്തു, വയലന്റ് ആകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പുള്ളിക്കാരന്റെ സംസാരങ്ങൾ മാറാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അങ്ങനെ വളരെ വേദനയോടുകൂടെ ഞങ്ങള് ദൈവത്തിന് സ്തോത്രം ആ ഭവനത്തിൽ നിന്നിറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ റൂമിനകത്ത് കയറി ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റൂമിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ വന്ന് ആ ദേശത്തുള്ള ആൾക്കാരോടൊക്കെ പറയാൻ തുടങ്ങി, എന്ത് ചെയ്യുക, ഞങ്ങള് പ്രാർത്ഥിച്ച് തുപ്പുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്ന അവരെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ അവരെ തിരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് എതിരായിട്ട് ഈ മനുഷ്യൻ വന്നപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ അവിടുന്ന് വായിക്കണമെന്ന് വിചാരിച്ച മനുഷ്യർ ഞങ്ങൾക്ക് അനുകൂലമായി നിന്ന് ആ മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ഭവനത്തിൽ നിന്ന് കാലി ചെയ്യിക്കത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ അവിടെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രം.
ആ മനുഷ്യൻ ഒരു മന്ത്രവാദിയായിരുന്നു, മന്ത്രവാദം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം. ആ മനുഷ്യൻ, അതാണ് പിന്നീട് അറിഞ്ഞത്. ഞാൻ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ദൈവ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ സേവിച്ചു വന്നതായ ആ ദുഷ്ടശക്തി ആ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അത് അവന് മനസ്സിലായി. അവൻ ഇത്രയും കാലഘട്ടങ്ങൾ ആ മനുഷ്യൻ ഇതുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അനവധി ആൾക്കാർക്ക് പക്ഷെ എന്ത് ചെയ്തു? നമ്മളൊരു ചെറിയ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ ശക്തി അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇത് മനുഷ്യന് മനസ്സിലായി. ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ കാണിക്കാം, നീ തളർന്ന് പാർലേസ് ആയിട്ട് കിടക്കുന്ന നിന്നെ ഞാൻ കാണിക്കാമെന്ന് ഈ വെല്ലുവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ കാര്യമാക്കാൻ പോയില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ചില നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ആ സ്ഥലത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ മനുഷ്യന്റെ ഒരു സൈഡ് തളർന്ന്, ദൈവത്തിന് സ്തോത്രം, ആ മനുഷ്യൻ പാർലേസ് ആയി മാറി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അഭിഷേകത്തിനെതിരായിട്ട് കളിച്ചാൽ, ആത്മാവിന്റെ പ്രവർത്തിക്ക് എതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, അവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ദൈവദാസന്മാർക്കെതിരായിട്ട് ദൈവത്തിന് സ്തോത്രം ആരെല്ലാം എഴുന്നേറ്റാലും അവനെ തകർക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചാലും, ആത്മാവിന്റെ തലത്തിൽ ചിന്തിക്കുന്ന, ആത്മാവിന്റെ തലത്തിൽ നടക്കുന്ന വ്യക്തിജീവിതമാണോ നിന്റെ അന്യഭാഷയിലുള്ള ആത്മാവിലുള്ള പ്രാർത്ഥന കൊണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ വിഷയങ്ങളൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് മാറി. അതുകൊണ്ട് നാം ഒന്നിനാലും ഭാരപ്പെടേണ്ടതേ, ഒന്നിനാലും നമ്മൾ പ്രയാസപ്പെടേണ്ടതേ. നിനക്കെതിരായിട്ട് വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നെങ്കിൽ, നിനക്കെതിരായിട്ട് ശത്രു കൊണ്ടിരുന്ന ഒരു തന്ത്രങ്ങളും ഫലിക്കത്തില്ല. നീ എന്ത് ചെയ്യണം? ആത്മാവിൽ പോരാടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാകുവാനുണ്ടായ കാരണം. കൂടുതൽ ആത്മാവിൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അതിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ, ആ വാഞ്ചകളുള്ളിൽ നൽകുവാനുണ്ടായ കാരണം എന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് അഭിഷേകത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവശക്തിയുടെ മുൻപിൽ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഭൂതങ്ങൾ നിന്നെ കാണുമ്പോൾ അലറി വിളിക്കുവാൻ തുടങ്ങും. എന്തുകൊണ്ടാ? യേശുവിന്റെ മേൽ ഈ ശക്തി വ്യാപരിച്ചപ്പോഴാ യേശുവിനെ കാണുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞു വന്ന് ആ കാര്യങ്ങളെ പറഞ്ഞപ്പോ ആത്മാവിലുള്ള പോരാട്ടം, ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് എന്നെ ദൈവം എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നെ വഴിതിരിച്ചു വിടുകയാ. ഞാൻ ആ പോരാട്ടങ്ങളെ കുറിച്ച് പറയാനായിട്ടുള്ളത്, എന്തിനോടൊക്കെ നമ്മൾ പോരാടേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വേറെ ഒരു നിലവേലത്തിലേക്ക് കൊണ്ടുപോകുക. എനിക്കറിയാം, ഇതിനകത്ത് വാഞ്ചിയോട് കൂടെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടെന്നേ, ആഗ്രഹത്തോടു കൂടെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടെന്നേ. ദൈവത്തിന്റെ ആത്മാവ് അവരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തു 40 ദിവസം ഉപവസിപ്പാനായിട്ട് എന്ത് ചെയ്തു? മരുഭൂമിയിൽ പോയി. അതിനു മുമ്പായിട്ട് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഇവിടെ എഴുതിയിരിക്കുന്നത് യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അങ്ങനെ 40 ദിവസം താൻ ദൈവസ്ഥാനത്തിൽ ഉപവസിച്ചു, ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു, അല്ലെ? അങ്ങനെ ഉപവസിച്ചു. 40 ദിവസത്തിനിടയിൽ എന്ത് ചെയ്തു? അല്ലെങ്കിൽ കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ യേശുവിന്റെ അടുക്കൽ കടന്നു. ആ പരീക്ഷയെക്കുറിച്ചൊന്നും ഞാനല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്ന, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അറിയാ, ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. എത്രാമത്തെ വയസ്സിൽ? 30-ാമത്തെ വയസ്സിൽ, അല്ലെ? 33 തിരുവയസ്സ് വരെ യേശു ഭൂമിയിൽ ജീവിച്ചുള്ളൂ, അല്ലെ? 30-ാമത്തെ വയസ്സിൽ താൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്, അല്ലെ? 3.5 വർഷക്കാലം താൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഈ 30 വർഷക്കാലവും യേശുവിനെ കുറിച്ച് കണ്ടിരുന്നത്, യേശുവിനെ ആരും ഇതിൽ അധികം ആരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെയല്ലേ പറയുന്നത്? യേശുവിന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പറഞ്ഞ എപ്പോഴാ? 30-ാമത്തെ വയസ്സിൽ. ഈ 30 വർഷക്കാലം ദൈവത്തിന് സ്തോത്രം, യേശുവിനെ കുറച്ച് ഇടയ്ക്കാറ് കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു, നമുക്കറിയാം, യേശു തന്റെ ദൈവമായിട്ടാണ് വന്നത്, അല്ലെ? താൻ പൂർണ്ണ ദൈവമാണ്, അല്ലെ? അപ്പൊ തന്റെ സ്വഭാവത്തെ താൻ ത്യജിച്ചു, അല്ലെ? ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സഹായത്തിലായി. നമുക്കറിയാം, മോളിൽ നിന്ന് എന്ത് ചെയ്തു?
യേശു ക്രിസ്തു താഴത്തെ പടിയിലേക്ക് എത്തി, അല്ലേ? അങ്ങനെയല്ലേ? ദൈവമായിരുന്നവൻ എന്തായി തീർന്നു? ഒരു സാധാരണ മനുഷ്യനായി മാറിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് നേരെ കീഴോട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നാം നമ്മെ തന്നെ താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. നാം താഴ്ത്തപ്പെട്ട് കൊടുക്കുമ്പോൾ നാം ഉയർത്തപ്പെടും. എന്തുകൊണ്ടാണ് നാം ഉയർത്തപ്പെടുന്നതിന്റെ കാരണം? നമുക്ക് വേണ്ടി യേശു ക്രിസ്തു താഴ്ച ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ ദൈവമായിരുന്നവൻ എന്തായി തീർന്നു? നമുക്ക് വേണ്ടി താഴ്ച ഭവിച്ചു. എന്തിന്? നമ്മെ ഉയർത്തുവാൻ, ദൈവത്തോടു കൂടെ ഇരുത്തുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. എന്തു ചെയ്തു? സ്വർഗത്തിലെ ദൈവം നമ്മെ എന്ത് ചെയ്തു? ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു? യേശു ക്രിസ്തു താഴ്ച ഭവിച്ചവനായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ മാനുഷികമായ നിലയിൽ യേശു ക്രിസ്തുവിന് ആത്മാവിന്റെ ശക്തി ലഭിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു. അതിനുശേഷമാണ് യേശുവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. യേശുവിനെ കാണുമ്പോൾ ഭൂതങ്ങൾ വിളിക്കുന്നത്, ദുഷ്ടാത്മാക്കള് ദൈവത്തിന് സ്വതന്ത്രം വിട്ടു പോകുന്നത്, രോഗികൾ സൗഖ്യമാകുന്നത് ഒക്കെ സംഭവിക്കുന്ന എപ്പോഴാണ്? ആത്മാവിന്റെ ശക്തി യേശുവിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ് യേശുവിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, യേശു പൂർണ്ണ ദൈവമാണ്. യേശുവിന് ഈ അഭിഷേകം, ആത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടത് ആവശ്യമുണ്ടോ? ഉണ്ടോ? സാക്ഷാൽ ദൈവമാണെന്നേ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്നാൽ എന്ത് ചെയ്തു? യേശു ക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു. ശുശ്രൂഷയിൽ അതിൽ മുന്നേറണമെങ്കിൽ ഈ ആത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്ത്? യേശുവിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഹല്ലേലൂയ. ഈ പിന്നെ വേറെ കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ, ദൈവശക്തി ഒരു മനുഷ്യന് തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ നമുക്കെതിരായിട്ട് നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയും. നമുക്കെതിരായിട്ട് പടവെട്ടുന്ന അന്ധകാര ശക്തികൾക്ക് അതിനെ തിരിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന് സ്വതന്ത്രം. ആത്മാവിന്റെ തലത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ശക്തിയെ തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ നടന്നു പോകുമ്പോൾ വെളിച്ചപ്പാടത്തുകാരി സ്ത്രീ വന്ന് ദിവസേന വന്ന് പൗലോസിനോട് പറയും, ഇവൻ ദൈവത്തിന്റെ ദാസനാണ്, ഇവരെ കൂടി അത്ഭുതങ്ങൾ ചെയ്യുന്ന പറഞ്ഞ് യേശു ഈ പൗലോസ് അപ്പോസ്തലനെ അങ്ങ് പൊക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഇരിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ ഒന്ന് മുഷിഞ്ഞെന്നാ പറഞ്ഞത്, അല്ലെ? ജസ്റ്റ് ഒന്ന് മുഷിഞ്ഞു. അപ്പോൾ അവളുമേൽ വ്യാപരിച്ച് എന്ത് ചെയ്തു? ആത്മാവ് അവളെ വിട്ടുപോയി. അപ്പോൾ എന്താണ് പ്രധാന കാരണം എന്നറിയാമോ? ഈ ശത്രുവാണ് അല്ലെങ്കിൽ പൗലോസിനെ എന്ത് ചെയ്യുന്നത്? ഉയർത്തി കാണിക്കുന്നത്. എന്തുകൊണ്ടാ? ഇവരുമേൽ വ്യാപരിക്കുന്ന, പൗലോസിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ആര് തിരിച്ചറിഞ്ഞു? അവളിമേൽ, ആ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയുടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രിയ ദൈവജന, നിന്റെ മേലുള്ള അഭിഷേകത്തെ തിരിച്ചറിയുന്ന ദുരാത്മാക്കള്, ദൈവത്തിന് സ്വത്രം, അവന് നിൽക്കുവാൻ കഴിയത്തില്ല നിന്റെ മുമ്പിൽ. ദൈവത്തിന് സ്വത്രം. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ നിന്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അവൻ ഓടി മാറും. അവൻ നിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകും. എങ്ങനെ ആയിരിക്കണം? ആത്മാവിന്റെ തലത്തിൽ നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ സമയം അവസാനിക്കാറായി. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുന്നില്ല. കാരണം എന്തറിയോ? ദൈവത്തിന്റെ ആത്മാവ് വേറെ നിലവാരത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്കറിയത്തില്ല. ദൈവാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. ഈ കാലഘട്ടങ്ങളിൽ ആത്മാവിൽ നമ്മൾ പോരാടണം. അന്യഭാഷയിൽ നമ്മൾ പോരാടണം. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ബലപ്പെടണം. ഒരു നിമിഷം. ദീപാലക ശബ്ദൻ പൗഡ റഗൻ അതുര ജനാല ഘടകസി. എന്നെ കേൾക്കുന്ന പ്രൈസ്തലോ പ്രിയ ദൈവ പൈതലെ, ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഒരു ആത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ, ദീപാലക ശബ്ദൻ പൗഡ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ആ അത്യന്തപരമായ ശക്തി, ആത്മാവിന്റെ ശക്തി
ശക്തി ഇടബല ഘടകത്തെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സമയം തന്നെ എന്നെ കേൾക്കുന്ന ഡിവൈസുകളിന്മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. റീഖമനധുര ജനാല ഘടക രഗന അന്തരാ ജനാല ഘടകത്തി ദിവസങ്ങളിൽ ആത്മാവിന്റെ തലത്തിൽ ചിന്തിക്കുവാൻ, ആത്മാവിന്റെ തലത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടത് ഒരു അഭിഷേകത്തിന്റെ നിറവ് പകർന്നാട്ടെ റൈറ്റ് നൗ. റീഖാമന അതല ഘടകത്തി വന്ദര ജനാല ഘടകത്തി അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, പോരുകൾ അഴിയട്ടെ, പോരാട്ടങ്ങൾ അഴിയട്ടെ. നിനക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ശത്രു എഴുതിവിടുന്ന എല്ലാ തീയമ്പുകളും എല്ലാ ശത്രുവിന്റെ ആയുധങ്ങളും എന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. റീഖാമന ഘടക രഗന ಅದರ ಜನಾಲ ಘಟಗಸ್ತಿ ಅಂದುರ ಜಗತ್ತುರಿ ಅಲಘಟಗಸ್ತಿ ವೈಡಗ ರಗನ ಅದರ ജഗന വൈഡക ദീപല ഘടകം ചുലഘടകസ്തി അതര ജനാല ദൈവത്തിന്റെ ആത്മാവ് എന്ന് രാത്രികാലങ്ങളെ ആൾക്കാർ വളരെ വാഞ്ചിയോടുകൂടെ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരി, അല്ലെ സഹോദര, ദൈവദാസനെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് സൂം പ്ലാറ്റ്ഫോമിലൂടെ ആൾ എന്നെ കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. ഉടബലഘടക ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോവുകയാണ്. പുതിയൊരു തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതര അധോലോകടെ ഭൂലോകടെ സ്വർലോകടെ മുഴങ്കാലൊക്കെ മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുക. എല്ലാ ദുർഭൂത ശക്തികളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ദുർഭൂത ശക്തികളും മാറിപ്പോകട്ടെ. ദൈവമക്കളുടെ ആത്മിക ഉന്നമനങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ശുശ്രൂഷകൾക്ക് വിരുദ്ധമായിട്ട്, ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾക്ക് വിരുദ്ധമായിട്ട് തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും. ദീപലബലബ ശംദൽ കടകരകന ദുരഘടകരഗജ ദീപലബൗഡ റീഖമന അതുര ജനാര ഘടകസി. യേശുവിന്റെ അത്ഭുതമുള്ള കരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ പുത്രരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയതായ നല്ല അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം. ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ പറഞ്ഞു. കർത്താവ് നൽകിയ ആലോചന ഞാൻ ഇന്ന് കർത്താവേ രാത്രികാലം പ്രിയ മക്കളോട് പറയുവാനിടയായി തീർന്നു. എന്റെ ദൈവത്തിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം ചില പ്രവർത്തികൾ നിന്റെ മക്കളിൽ കൂടെ ചെയ്തെടുക്കണമെന്ന്. സ്വർഗത്തിലെ പിതാവേ, അത് ദൈവം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് അവരെ തൊട്ടിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി കുടുംബങ്ങളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആത്മാവിന്റെ തലം വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലം ദൈവാനെ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ ഈ മിനിസ്ട്രിയോടും ഇതിന്റെ നേതൃത്വങ്ങൾ വൈകിയ ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെയും കുടുംബത്തെയും ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കും. ദൈവമായ കർത്താവ് നമ്മെ ഒരു അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും നമ്മെ കേൾപ്പിച്ചതാകുന്ന വചനത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി സ്തുതിക്കാമല്ലോ ദൈവത്തെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോമ്പസ് മിനിസ്ട്രീസിൽ കടന്നു വന്ന് ഇന്ന് രാത്രികാലം ഇന്ന് രാത്രികാലം ഞങ്ങളോട് ദൈവവചനം അറിയിച്ചതാകുന്ന ദൈവദാസനോടുള്ള നന്ദിയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മെ കേൾപ്പിക്കുവാനിടയായല്ലോ. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരത്വങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ. ആകയാൽ നാം കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. ആത്മാവിൽ നാം ബലപ്പെടണം, ആത്മാവിൽ ശക്തിപ്പെടണം. ആകയാൽ ഈ ദിനങ്ങളിൽ ആത്മാവിൽ ശക്തിപ്പെടുവാൻ, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നവനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആര്
ആര് ദൈവസന്നിധിയിൽ ആർത്തിയോടെ ഇരിക്കുന്നുവോ അവരെ ദൈവം തീർച്ചയായിട്ടും തൃപ്തി വരുത്തും. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആര് വിസ്താരത്തിൽ വായി തുറക്കുന്നുവോ അവരെ തീർച്ചയായിട്ടും ദൈവം നിറയ്ക്കും. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം കേൾക്കപ്പെട്ടതാകുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. ശുശ്രൂഷിച്ചതാകുന്ന ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസനും TJ രാജൻ സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. സാറ് ഇങ്ങോട്ട് ഇത് ചെയ്യുക. വീഡിയോ ഓണാക്കി. ആമേൻ. സാറ് മൈക്ക് ഓൺ ചെയ്താലും സാർ മൈക്ക് ഓൺ ചെയ്താലും കേൾക്കാൻ വയ്യ. മ്യൂട്ടാ. സാറിന് കണ്ണാടി വെക്കാത്തത് കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. സാറിന് സ്തോത്രം. അൺമ്യൂട്ട് ചെയ്താലും സാറേ,